നമസ്തേ. ഹാസ്യം പലതരത്തിലുണ്ട്. ചിലത് അത് അഭിനയിക്കുന്ന നടന്മാരെ കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ചിലത് അവരുടെ അഭിനയം കൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുക. മൂന്നാമതൊന്ന് അവർ പറയുന്ന വാക്കുകൾ കേട്ട് ആലോചിച്ചിട്ട് ചിരി വരിക, അങ്ങനെയുണ്ട്. അതുപോലെ ആസ്വദിക്കുന്നത് അതുപോലെ തന്നെയാണ്. ചിലർ കുട്ടികളൊക്കെ പ്രത്യേകിച്ചും ഹാസ്യമായിട്ടുള്ള രംഗങ്ങൾ കാണുമ്പോൾ കൈകൊട്ടി ചിരിക്കും, ശബ്ദത്തോടു കൂടിയൊക്കെയാണ്. എന്നാൽ ചിലർ അത് മനസ്സിലാക്കി ശബ്ദമൊന്നുമില്ലാണ്ട് ചിരിക്കും, അങ്ങനെയുള്ളൂ. മൂന്നാമതൊരു വിഭാഗം അത് കേട്ട് മനസ്സിലാക്കി ചില വാക്കുകളുടെ അർത്ഥമൊക്കെ ആസ്വദിച്ച് ഉള്ളിലാണ് ചിരിക്കുക. അവരത് നല്ലവണ്ണം രസിച്ചിട്ടുണ്ടാവും. പുറത്തേക്ക് അത്ര ശബ്ദത്തോടു കൂടിയുള്ള ചിരിയൊന്നും കണ്ടോളണമെന്നില്ല. ആ വിഭാഗത്തിൽ ഉള്ള സരസമായിട്ടുള്ള ഒരു ശ്ലോകം ഇന്ന് ഞാൻ അവതരിപ്പിക്കുകയാണ്. വെള്ളമുണ്ടു ശിരസിങ്കൽ, നീലമുണ്ടു കഴുത്തിലും, കരമുണ്ടതിധാരാളം, ജഗന്നാഥനിതെന്തിന്. ഈ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ ആരെക്കുറിച്ചാണെന്ന് ആർക്കും സംശയം ഉണ്ടാവില്ല. മഹാദേവനെക്കുറിച്ച്, പരമേശ്വരനെക്കുറിച്ച്. എന്താ അതിൽ പറയുന്നത്? വെള്ളം ഉണ്ട് ശിരസിങ്കൽ. തലയിൽ ഗംഗാദേവിയെ മഹാദേവൻ ധരിച്ചിരിക്കുന്നു. അതാണ് വെള്ളമുണ്ട് എന്ന് പറയുന്നത്. നീലം ഉണ്ട് കഴുത്തിലും. കഴുത്തിൽ നീല നിറം. മഹാദേവൻ പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്നതായ വിഷം സേവിച്ചു. അത് കഴുത്തിലിരുന്ന് ഉറച്ച് നീലകണ്ഠനായി തീർന്നു. ആ കഥയും നമുക്ക് പരിചയമുള്ളതാണ്. കരം ഉണ്ട് അതിധാരാളം. കൈകൾ ധാരാളമുണ്ട് മഹാദേവന്. ജഗന്നാഥന്, ലോകനാഥനായിട്ടുള്ള ശ്രീ പരമേശ്വരന് ഇതൊക്കെ എന്തിനാണ് എന്നാണ് കവി ചോദിക്കുന്നത്. ഇതാണ് നമുക്ക് ആദ്യം തോന്നുന്ന അർത്ഥം. ഇതിന് രസകരമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് ആലോചിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അല്പനേരം ആലോചിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. വെള്ളം ഉണ്ട് ശിരസിങ്കൽ എന്നുള്ളത് ഒറ്റ വാക്കായിട്ട്. വെള്ളമുണ്ട് ശിരസിങ്കൽ. വെളുത്തമുണ്ട് തലയിൽ മടക്കിയിട്ടിരിക്കുന്നു. നീലമുണ്ട് കഴുത്തിലും. കഴുത്തിൽ നീല നിറത്തിലുള്ള മുണ്ട് ചുറ്റിയിരിക്കുന്നു. കരമുണ്ട് അതിധാരാളം. കരയുള്ളതായ മുണ്ട്, നീല നിറത്തില്, പച്ച നിറത്തില്, ചുവന്ന നിറത്തിലൊക്കെയുള്ള കരയുള്ളതായ മുണ്ട് ധാരാളമുണ്ട്. അപ്പോൾ ജഗന്നാഥനിതെന്തിന്? ജഗന്നാഥൻ മുണ്ട്, അങ്ങനെ ഒരു തരം മുണ്ടുണ്ട്. അതത്ര ധാരാളമായിട്ടുള്ളത് അല്ല. മല്ലുമുണ്ട് പോലെയൊക്കെ നമുക്ക് മുറിച്ച് വാങ്ങിക്കാവുന്നതാണ്. കോടി നിറത്തിലൊക്കെ ഉള്ളത്, അല്പം വില കുറഞ്ഞതാണ്. ആ ജഗന്നാഥൻ മുണ്ട് ആവശ്യമില്ല. വെളുത്ത മുണ്ട് തലയിലുണ്ട്, നീലമുണ്ട് കഴുത്തിലുണ്ട്, കരയുള്ള മുണ്ട് വേറെയും ധാരാളമുണ്ട്. ഇങ്ങനെ രസകരമായിട്ടൊരു അർത്ഥം കൂടി ഈ ശ്ലോകത്തിന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെ രസകരമായിട്ടുള്ള അർത്ഥമുള്ളതായ വിവിധ തരത്തിൽ ഉള്ള ശ്ലോകങ്ങൾ എഴുതാൻ നല്ല ഒരു കവിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈ ശ്ലോകം സരസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.